ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DMO ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന് വനിതാ പ്രവർത്തക കളക്ടറേറ്റിനകത്തേക്ക് കടന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DMO ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന് വനിതാ പ്രവർത്തക കളക്ടറേറ്റിനകത്ത് കടന്നു. പോലീസ് ബസ്സിൽ കയറ്റിയ പ്രവർത്തകരെ മറ്റ് പ്രവർത്തകർ പിടിച്ചിറക്കി. BJP തീരുമാനിച്ചാൽ ഒരു മന്ത്രിയും കേരളത്തിൽ വഴി നടക്കില്ലെന്നും DYFI SFIക്കാരുടെ രക്ഷാപ്രവർത്തനത്തെ അതേ രീതിയിൽ നേരിടുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ കെട്ടിടം നിർമ്മിച്ചുവെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരളത്തിലെ ആരോഗ്യ വകുപ്പ്, രണ്ട് മന്ത്രിമാരും ആ പാവപ്പെട്ട ജീവന് ഉത്തരം പറയണം. അനധികൃതമായിട്ടുള്ള നിർമ്മാണമാണ് അവിടെ മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ളത്. 2018 പ്രളയമുണ്ടായ സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു, കേരളത്തിലെ തകർന്നു വീഴാൻ സാധ്യതയുള്ള മുഴുവൻ ബിൽഡിങ്ങുകളെ സംബന്ധിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ബിൽഡിങ്ങുകളും പരിശോധിച്ചിരുന്നത്. എല്ലാ ജില്ലാ കളക്ടർമാരും ഒരാഴ്ചക്കകം അത്തരം ബിൽഡിങ്ങുകളെ പൊളിച്ചു മാറ്റാനായിട്ട് ഓർഡർ കൊടുത്തു. നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 2018 അന്നത്തെ ജില്ലാ കളക്ടറുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് അത് തകർന്നു വീഴാൻ. കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാനായി BJP പ്രവർത്തകർ ശ്രമിച്ചത് ബലം പ്രയോഗത്തിലൂടെ പോലീസ് പ്രതിരോധിച്ചു. സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് വനിതാ പ്രവർത്തക ഗേറ്റിന് മറുവശത്തെ ബാരിക്കേഡ് മറികടക്കുന്നത്. ഇതിനിടയിൽ ചില പ്രവർത്തകരെ പോലീസ് ബസ്സിൽ കയറ്റിയെങ്കിലും മറ്റ് പ്രവർത്തകർ പിടിച്ചിറക്കുകയായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനിടയിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷമുണ്ടാക്കി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസ് ബസ്സിനെയും പ്രവർത്തകർ ഏറെ നേരം തടഞ്ഞു. ഏറെ പണിപ്പെട്ടാണ് പോലീസ് BJP മാർച്ചിന് അവസാനം കണ്ടത്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സ്മിതേഷ്, ഓമനക്കുട്ടൻ, G. പ്രഭാകരൻ, N. ഷൺമുഖൻ, അശ്വതി മണികണ്ഠൻ, മധു, അഞ്ജു, ഉഷ, ബാലചന്ദ്രൻ, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.